പത്തരമാറ്റിലാണെങ്കിൽ ആദർശ് നാഗേന്ദ്രനെ തല്ലുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അതായത് വീണ്ടും മൂർത്തീസ് ജ്വല്ലറി ഉയരങ്ങളിലേക്ക് കുതിക്കുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് കഴിയുക. അതായത് ഏഴൻ ജ്വല്ലറി നയനയ്ക്ക് മുൻപിൽ വീണ്ടും അടിപതറി നിലത്ത് വീഴുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അഭിയാണെങ്കിൽ നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ എല്ലാവരും വളരെയധികം നിരാശയിലാവുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. തങ്ങൾക്ക് തങ്ങൾക്ക് കിട്ടേണ്ട ഡീല് കൈവിട്ട് പോയതിൻ്റെ സങ്കടത്തിലാണ് എല്ലാവരും എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ നവ്യയ്ക്ക് അപ്പോഴും സങ്കടം ഒന്നുമില്ല. തൻ്റെ സഹോദരി വിജയിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ നവ്യയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നയന ജയിക്കുന്നതിൽ, മൂർത്തീസ് ജ്വല്ലറി വിജയിക്കുന്നതിൽ നമ്മുടെ നവ്യയ്ക്ക് വലിയ എതിരഭിപ്രായമൊന്നുമില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. നവ്യയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ തോറ്റ് തലതാഴ്ത്തി മടങ്ങിപ്പോകുന്ന നമ്മുടെ അഭിയെയും നവ്യയെയും ഡേവിഡിനെയും പിന്നെ ആദർശിൻ്റെ കൂട്ടാളിയെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ അവന്തികയുടെ അടുത്ത് അഭിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ഈ അഭി എന്ന് പറയുന്നവന് യാതൊരു ഭാഗ്യവും ഇല്ലാത്തവനാണ്. അവൻ പങ്കെടുത്ത 2 ഇതിലും നമ്മൾ പരാജയപ്പെട്ടു പോയി. അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇനി താൻ മറഞ്ഞു നിന്ന് കളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, വെളിച്ചത്തിലേക്ക് വന്ന് കളിക്കാനായിട്ട് പോവുകയാണ് മോളെ എന്ന് നമ്മുടെ നാഗേന്ദ്രൻ പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അങ്ങനെ നാഗേന്ദ്രനും നമ്മുടെ ആദർശും തമ്മിൽ കൊമ്പ് കോർക്കുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. അവർ തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഫൈറ്റും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ആദർശ് നാഗേന്ദ്രൻ്റെ ചെകിടടിച്ച് പുകയ്ക്കുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ